ഹായ് ഫ്രണ്ട്സ്, ഇത് സിദ്ധാർത്ഥ വ്ളോഗ്. നമ്മുടെ 5ാമത്തെ എപ്പിസോഡാണിത്. തുടക്കത്തിൽ നമ്മൾ അവതരിപ്പിച്ച ഹൈജീൻ പ്രിൻസിപ്പിളിലെ 2ാം ഭാഗം, ഫുഡ് ഹൈജീൻ അഥവാ കിച്ചൺ ഹൈജീൻ. ഇതാണ് ഇന്നത്തെ വിഷയം. കാലത്തിനനുസരിച്ച് നമ്മുടെ കിച്ചണും സംവിധാനങ്ങളും എല്ലാം തന്നെ മാറിയിരിക്കുകയാണ്. പണ്ട് നമ്മുടെ അമ്മമാരും അമ്മൂമ്മമാരും എല്ലാം കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ നേരെ കിച്ചണിൽ പോയി ഭക്ഷണം പാചകം ചെയ്ത് എല്ലാവരെയും ഭക്ഷണം കഴിപ്പിച്ച് അവസാനം കുറച്ച് ഉമിക്കരി എടുത്ത് നേരെ കിണറ്റിൻകരയിൽ പോയി പല്ല് തേപ്പൊക്കെ കഴിച്ച് അവരുടെ കാര്യങ്ങളെല്ലാം അവർ വളരെ വൈകിയായിരിക്കും, ഏകദേശം 10-11 മണിക്കൊക്കെ ആയിരിക്കും ഭക്ഷണം കഴിക്കുന്നത്. ഇന്ന് സംവിധാനങ്ങളെല്ലാം മാറി, എല്ലാവരും ബിസിയായി. പുതിയ തലമുറ പുതിയ രീതിയിലുള്ള കുക്കിങ്ങും മറ്റ് സംവിധാനങ്ങളിലേക്കൊക്കെ പോയി. ഇന്നത്തെ സംവിധാനം അനുസരിച്ച് കാലത്തെണീറ്റ് കഴിഞ്ഞാൽ ടോയ്ലറ്റിൽ പോയി പ്രാഥമിക കാര്യങ്ങളെല്ലാം നിർവഹിച്ചു. പല്ല് തേപ്പ്, മുഖം കഴുകൽ, മുഖമെല്ലാം സോപ്പിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ച് മുടിയെല്ലാം ഒതുക്കി കെട്ടിയതിന് ശേഷമാണ് കിച്ചണിലേക്ക് പ്രവേശിക്കുന്നത്. കിച്ചണിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ആദ്യം പോയി ലൈറ്റ് ഇടുകയല്ല. കിച്ചണിൽ കടന്നു കഴിഞ്ഞാൽ കിച്ചണിൽ വല്ല സ്മെല്ലുണ്ടോ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം, ഗ്യാസ് ലീക്കുണ്ടോ, ഇതെല്ലാം നോക്കിക്കഴിഞ്ഞതിന് മാത്രമേ സ്വിച്ച് ഇടാൻ പാടുള്ളൂ. കാരണം ഒരു ചെറിയ സ്പാർക്ക് കൊണ്ട് തന്നെ റൂം കംപ്ലീറ്റ് കത്തിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം വളരെയധികം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം സ്വിച്ച് ഇടുക. സ്വിച്ചും അതേപോലെ തന്നെ ലൈറ്റിൻ്റെ സ്വിച്ചും അതേപോലെ തന്നെ എക്സോസ്റ്റ് ഫാൻ ഓൺ ചെയ്യുക. നല്ല ലൈറ്റ്, കിച്ചണിൽ വളരെ നല്ല ലൈറ്റ് വേണം. അതേപോലെ തന്നെയാണ് ശുചിത്വവും, വളരെ നല്ല ശുചിത്വമായിരിക്കണം. കാരണം ചെറിയൊരു നമ്മളുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് തന്നെ വലിയ വിപത്തുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ഏരിയയാണ് കിച്ചൺ. ഫുഡ് പോയ്സൺ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പണ്ട് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ മൺപാത്രങ്ങളായിരുന്നു. അത് പിന്നെ ഓട് പാത്രങ്ങളിലേക്ക് വഴിമാറി. അതിനുശേഷം പിന്നെ അലൂമിനിയം പാത്രങ്ങളായിരുന്നു. ഇന്ന് സ്റ്റീൽ പാത്രങ്ങളാണ്. അതുകൊണ്ട് വളരെ സൗകര്യങ്ങളും വന്നു. കാരണം വാഷിംഗ് സ്ക്രബ്, അതുപോലെ സോപ്പ് ലിക്വിഡുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ കിച്ചൻ്റെ ഒരു സ്വഭാവത്തെപ്പറ്റി പറയുകയാണെങ്കിൽ, കിച്ചൻ്റെ പുറകിലെ ഡോറ് തീർച്ചയായിട്ടും നെറ്റടിക്കണം. അതുപോലെ തന്നെ ഒരു ജനൽ പാളിക്ക് നെറ്റടിക്കണം. എയർ ഹോൾ ഉണ്ടെങ്കിൽ ആ എയർ ഹോളും നെറ്റടിക്കണം. ഒരു 12 ഇഞ്ചിൻ്റെ എക്സോസ്റ്റ് ഫാൻ, അത് പുറത്തു നിന്നും നെറ്റടിക്കുന്ന രീതിയിലുള്ള സംവിധാനം ചെയ്യണം. കാരണം എലി, പാറ്റ, പല്ലി, ഈച്ച, കൊതുക് ഇത്തരം സാധനങ്ങളൊന്നും ഈ കിച്ചണിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സംവിധാനം ചെയ്യുന്നത്. കാരണം നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ നീരാവി പൊങ്ങിപ്പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്രാണികളൊക്കെ നേരെ നമ്മുടെ ഭക്ഷണത്തിലേക്ക് വീഴാനുള്ള സാധ്യത ഉണ്ട്. ഒരു ഉദാഹരണം പറയാം. എൻ്റെ വീടിനടുത്തുള്ള ഒരു ക്ഷേത്രത്തിലൊരു പായസം വഴിപാടിന് കൊടുത്തിട്ടുണ്ടായി. അങ്ങനെ വൈകുന്നേരം പായസം മേടിച്ച് വന്ന് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുക. അപ്പോൾ എൻ്റെ മൂത്ത മോള് വയലിന് എന്തോ ഇങ്ങനെ വലിച്ചെടുക്കുന്നുണ്ട്. നോക്കിയപ്പോൾ ഒരു പല്ലിയാണ്. അതോടുകൂടി എല്ലാവരും ഛർദ്ദിക്കാൻ തുടങ്ങി. ഞാൻ ആ പൂജാരിയെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ആ ബാക്കിയുള്ള വീട്ടിൽ കൊണ്ട് കഴിക്കരുത്, ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ വിളിച്ച് പറയാനും പറഞ്ഞു. അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുക്കിംഗ് നടക്കുന്ന സമയത്ത് മേലെ നമ്മുടെ കൈ വെച്ചാൽ അറിയാം, അതിശക്തമായിട്ട് നീരാവി മേലേക്ക് പൊങ്ങി പോകുന്നത് കാണാം.
അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പ്രാണികളെല്ലാം തന്നെ നേരെ വന്ന് നമ്മുടെ ഫുഡിലേക്ക് വീഴാനുള്ള സാധ്യത. നമ്മുടെ കിച്ചൻ്റെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, ഈ ഹൈജീൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് ജലദോഷം, പനി മുതലായ രോഗമുള്ള ആളുകൾ കിച്ചണിലേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്നാണ് പ്രിൻസിപ്പിൾ അനുസരിച്ച്. പക്ഷേ അതൊന്നും പ്രാവർത്തികമല്ല. അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും മാസ്ക് ധരിച്ചിരിക്കണം. പിന്നെ ഒരു ആപ്രൺ, കൂടെ മൂക്കിലോ ചെവിയിലോ വായിലുള്ള സ്പർശനങ്ങൾ ഒഴിവാക്കുക. ഇന്നലെ കഴുകി വെച്ചിട്ടുള്ള പാത്രങ്ങളാണെങ്കിലും ഇന്നത് കുക്കിങ്ങിന് എടുക്കുന്ന സമയത്ത് ഒന്നുകൂടി വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന, ഇപ്പോൾ സ്ലാബിലോ കുക്കറിലോ ഉപയോഗിക്കുന്ന തുണി, നിലം തുടയ്ക്കാനുള്ള തുണി, പ്ലേറ്റുകളോ പാത്രങ്ങളോ തുടയ്ക്കാനുള്ള തുണി, കൈകൾ തുടയ്ക്കാനുള്ള തുണി, ഇതെല്ലാം സെപ്പറേറ്റ് ആയിരിക്കണം. ഇതൊന്നും തമ്മിൽ നമ്മൾ മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ പാടില്ല. കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആവശ്യം കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള സാധനങ്ങൾ ചൂടാറിയതിന് ശേഷം മാത്രമേ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പാടുള്ളൂ. ഫ്രിഡ്ജിലേക്ക് വെക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് ദീർഘനാളത്തേക്ക് വെക്കരുത്. 2, 3, 4 ദിവസത്തേക്ക് മാത്രമായിട്ട് ഇത് വെക്കാൻ പാടുള്ളൂ. കാരണം കൂടുതൽ ദിവസങ്ങൾ ഇത് ഫ്രിഡ്ജിനകത്ത് ഇരിക്കുകയാണെങ്കിൽ അത് ഫംഗസ് വരാനും രോഗാണുക്കൾ വരാനും എല്ലാം ഉള്ള സാധ്യത ഉണ്ട്. കാരണം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. വെക്കുന്ന സാധനങ്ങൾ നന്നായി അടച്ച് വൃത്തിയാക്കി വേണം വെക്കണമെങ്കിൽ. ഇല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളിൽ നിന്നുള്ള രോഗാണുക്കൾ ഇതിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഫ്രിഡ്ജിനകത്ത് സാധനം വെക്കുകയാണെങ്കിൽ തന്നെ 3 സൈഡ്, 2 സൈഡും ബാക്ക് സൈഡും എയർ പാസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവണം. എയർ പാസ് ചെയ്യാനുള്ള സൗകര്യം ഇല്ലെങ്കിൽ അതിൻ്റെ കൂളിംഗ് ശരിയാവില്ല, സാധനങ്ങൾ കേടുവരാനുള്ള സാധ്യത. മറ്റൊരു കാര്യം പറയാനുള്ളത്, എല്ലാ സാധനങ്ങളും മസാലകളാവട്ടെ, പൊടിയാവട്ടെ, ധാന്യങ്ങളാവട്ടെ, എല്ലാം പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളിലാക്കി സൂക്ഷിക്കുക. ഒരു സാധനം പോലും പുറത്ത് ഓപ്പൺ ചെയ്ത് വയ്ക്കാൻ പാടില്ല. അരി, ആട്ട ഒക്കെ വലിയ പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിൽ അടച്ച് വയ്ക്കുക. വേഗം തന്നെ ഇപ്പോൾ പൊടികൾ, അത് ചിലപ്പോൾ കൃമികളോ പുഴുക്കളൊക്കെ വരാൻ സാധ്യതയുള്ള പൊടികളാണെങ്കിൽ അതെല്ലാം ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക. ഒരിക്കലും അത് ഓപ്പണായിട്ട് വെക്കാൻ പാടില്ല. പെട്ടെന്ന് പുഴു വരുന്ന സാധനങ്ങൾ, അതും ദീർഘനാളത്തേക്ക് വെക്കാൻ പാടില്ല. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം നമ്മൾ എല്ലാ വീടുകളിലും എല്ലാ ദിവസവും കുക്കിംഗ് എല്ലാം പരിപാടിയൊക്കെ നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ. കാരണം എല്ലാവരും ബിസിയാണ്, ജോലിക്കാരും മറ്റുമായിട്ട്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും ഭക്ഷണം, പാചകം ചെയ്ത ഭക്ഷണം ഫ്രിഡ്ജിൽ വയ്ക്കുകയും അത് റീഹീറ്റ് ചെയ്താണ് ഉപയോഗിക്കുന്നത്, അല്ലേ? റീഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചോറ്, മറ്റ് സാധനങ്ങളൊക്കെ നമുക്ക് റീഹീറ്റ് ചെയ്ത് ഉപയോഗിക്കാം. എന്നാൽ മത്സ്യം, മാംസം, അതേപോലെ തന്നെ കോഴി, ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ റീഹീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കുമ്പോൾ ഈ കറികൾ മാത്രമേ ചൂടാവുന്നുള്ളൂ, ഇറച്ചി ഒരിക്കലും ചൂടാവുന്നില്ല. അതിപ്പോൾ ഇലക്ട്രിക് ഹീറ്ററിലാണെങ്കിലും സെയിമാണ്, ചൂടാവില്ല. അതിന് മൈക്രോവേവ് ഓവനുകളാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അതിനുള്ള പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അത് ഇലക്ട്രിക് തരംഗങ്ങളാണ്. മൈക്രോവേവിനകത്ത് താഴെ കമ്പനി തന്നെ തരുന്നൊരു പ്ലേറ്റ് ഉണ്ട്. ആ വീലിലാണ് അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ പ്ലേറ്റിലാണ് നമ്മൾ മൈക്രോവേവ് സേഫ് പാത്രങ്ങൾ, ആ പാത്രങ്ങളിലാണ് നമ്മൾ ഈ റീഹീറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ വെച്ച് ഓൺ ചെയ്യുന്നത്.
ഈ സമയത്ത് അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. മേലെ നിന്നും തരംഗങ്ങൾ, ഇപ്പോൾ കൊള്ളിയാൻ മിന്നുന്നത് പോലുള്ള തരംഗങ്ങളാണ് ഈ ഭക്ഷണത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് എന്താ, ഇറച്ചിയോ മീനോ കോഴിയോ മറ്റെന്ത് പദാർത്ഥങ്ങളാണെങ്കിലും അത് നന്നായിട്ട് ചൂടായി വരും. സാധാരണ നമ്മൾ കുക്കറിലോ അല്ലെങ്കിൽ ഇലക്ട്രിക് ഹീറ്ററിലോ ചൂടാക്കുന്നത് പോലെയല്ല ഇത്തരം സംഭവം. പിന്നെ വീടിൻ്റെ പരിസരം അത് വളരെ പ്രധാനമാണ്. എല്ലാവരുടെ വീടും ടൈൽസ് പതിച്ച് വലിയ മനോഹരമാക്കിയിട്ടൊന്നും ഉണ്ടാവില്ല. വീടിൻ്റെ പരിസരത്ത് വെള്ളം കെട്ടി നിൽക്കാനോ അല്ലെങ്കിൽ വീടിന് തൊട്ട് തന്നെ അലക്കുകല്ലുണ്ടാക്കി അവിടെ നിന്ന് അഴുക്ക് വെള്ളം വരിക, അതേപോലെ തന്നെ ബാത്റൂമിലെയും കിച്ചണിലെയും വാഷ് ബേസിനിലെ വെള്ളം മിക്കവാറും സ്ഥലങ്ങളിൽ കാണാം, ഇത് പുറത്തേക്കൊരു പൈപ്പ് ഇട്ടിട്ടുണ്ടായിരിക്കും. അത് അവിടെ കിടന്ന് അഴുക്ക് വെള്ളമായ എല്ലാ രോഗാണുക്കൾ പടരുകയും സാംക്രമിക രോഗങ്ങളെല്ലാം വരാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം ഒഴിവാക്കും, എല്ലാം വളരെ. കാരണം വെള്ളം കെട്ടി നിൽക്കാനോ ചെടികൾ പടർന്നു പിടിച്ച് കട്ട പിടിച്ച് വീടിനോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ നിൽക്കാനോ ഒന്നുള്ള അവസരങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ ഇന്ന് ഫുഡ് ഹൈജീനെ പറ്റിയും അതേപോലെ തന്നെ ഈ എൻവയറമെൻറ്റ് ഹൈജീനെ പറ്റിയും ഒരു ചെറിയൊരു വിവരണമാണ് നൽകിയത്. കൂടുതൽ വിവരണം നൽകിയാൽ ഇത് ആളുകൾക്ക് കേൾക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ചെറിയ ചെറിയ എപ്പിസോഡുകളായിട്ട് അവതരിപ്പിക്കുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.